വാർത്തകളിലേക്ക്. കെ ബി ഗണേഷ് കുമാർ ആന്റണി രാജു തർക്കത്തിൽ മുന്നണി നേതൃത്വത്തിന് അതൃപ്തി. വിവാദം അനാവശ്യമെന്നും ഇപ്പോൾ ഇടപെടേണ്ട ആവശ്യമില്ലെന്നുമാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിഷയത്തിൽ ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല. ആന്റണി രാജുവും കൂടുതൽ പ്രതികരണത്തിന് മുതിരില്ല. വി അരുൺ ചേരുന്നു. അരുൺ, ഇത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ എന്ന് മനസ്സിലായപ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള പ്രതികരിക്കരുത് എന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാനാണോ സാധ്യത? ധന്യ, മന്ത്രിസഭയിലെ മാറ്റം, അതായത് രണ്ട് മന്ത്രിമാർ മാറി പുതിയ രണ്ട് മന്ത്രിമാർ മുന്നണി ധാരണ പ്രകാരം മന്ത്രിസഭയിൽ എത്തിയത് വളരെ അനായാസം പൂർത്തിയാക്കാൻ ഇടതുമുന്നണി കഴിഞ്ഞിരുന്നു. അതായത് ഒരു തർക്കവും അല്ലെങ്കിൽ സാധാരണഗതിയിലൊക്കെ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ പോലും ഒരു അധ്യക്ഷ സ്ഥാനം മാറിക്കൊടുക്കാനുണ്ടാകുന്ന തർക്കം, ബഹളം നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതാണ്. അതൊന്നും ഉണ്ടാകാതെ വളരെ അനായാസം രണ്ട് മന്ത്രിമാരെ മാറ്റി രണ്ട് മന്ത്രിമാർ ഒരു മാസം കഴിയുകയാണെങ്കിൽ പോലും കൃത്യമായി തന്നെ മന്ത്രിസഭയിലേക്ക് എത്തുന്നു. അത്തരത്തിൽ ഒരു തർക്കമോ അല്ലെങ്കിൽ പിണക്കങ്ങളോ ഒന്നും മുന്നണിയിൽ ഉണ്ടാകുന്നില്ല. മന്ത്രിസ്ഥാനം ആഗ്രഹിച്ച മറ്റ് ഘടകകക്ഷികളുണ്ടെങ്കിലും അവരും നിശബ്ദം മുന്നണി നേതൃത്വത്തിന്റെ തീരുമാനത്തോടെ യോജിച്ചു. അതുതന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തികച്ചും അനാവശ്യമായി രണ്ട് പുതിയ മന്ത്രിയും പഴയ മന്ത്രിയും തമ്മിലൊരു തർക്കമുണ്ടായി എന്നുള്ളത് മുന്നണി നേതൃത്വത്തെ അലോസരപ്പെടുന്നത്. അത് അനാവശ്യമെന്ന വിലയിരുത്തലാണ് മുന്നണി നേതൃത്വത്തിനുള്ളത്. കെ ബി ഗണേഷ് കുമാറിന്റെ പരാമർശങ്ങൾ മുന്നണി മര്യാദ ലംഘനമാണെന്നായിരുന്നു ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലൂടെ ആന്റണി രാജു തുറന്നടിച്ചത്. അപക്വമായ സമീപനമാണ്, ക്രെഡിറ്റ് നേടാനുള്ള അപക്വമായ സമീപനമാണ് ഉണ്ടായത്. KSRTC ശമ്പളം 1-ാം തീയതി നൽകാനുള്ള വെല്ലുവിളി ഏറ്റെടുക്കാൻ ഗണേഷ് തയ്യാറാകുമോ എന്നും ആന്റണി രാജു ചോദിച്ചു. ഗണേഷ് കുമാർ പറഞ്ഞത് KSRTCയുടെ വരുമാന ചോർച്ച തടയും, അതായത് ഈ മന്ത്രിയായ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു വരുമാന ചോർച്ചയുണ്ട്, വരുമാന ചോർച്ചയുള്ളതുകൊണ്ടാണ് KSRTCയുടെ വരുമാനവും ചെലവും പലരും പറയാറുണ്ട്. എന്നാൽ ഈ വരവ് എങ്ങനെ ചോർന്നു പോകുന്നു, വരുമാനം എങ്ങനെ ചോർന്നു പോകുന്നു എന്ന് കണ്ടെത്തും, അത് പരിഹരിക്കും. വരുമാന ചോർച്ചയുണ്ട് എന്നുള്ളത് വസ്തുതയായിരുന്നു കെ ബി ഗണേഷ് കുമാറിന്റെ പരാമർശം. ഏതായാലും ഈ രണ്ട് പരാമർശങ്ങളും അനവസരത്തിലും അപക്വവുമാണെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കാരണം ഈ മന്ത്രി മാറി മറ്റൊരു പാർട്ടിയുടെ മന്ത്രിയാണെങ്കിൽ പോലും അത് മുന്നണിയുടെ ഭാഗമാണ്, അതിന്റെ തുടർച്ചയാണ്, സർക്കാരിന്റെ തുടർച്ചയാണ്. അവിടെ ഇത്തരമൊരു പരാമർശത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിന് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആന്റണി രാജു മന്ത്രിസ്ഥാനം തൊട്ടു മുമ്പ് ചില സ്ഥലം മാറ്റങ്ങൾ നടത്തിയിരുന്നു. അതും അനാവശ്യമെന്ന വിലയിരുത്തൽ മുന്നണി നേതൃത്വത്തിലുണ്ട്. ഏതായാലും നടത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ തിരുത്തലൊന്നും ഉണ്ടാകില്ല. പകരം ഇത്തരം വിവാദ പരാമർശങ്ങൾ ഇരുകൂട്ടരും നടത്തരുത് എന്നൊരു പരോക്ഷ നിർദ്ദേശമാണ്. ഈ ഘട്ടത്തിൽ മുന്നണി നേതൃത്വം ഇടപെട്ട് ആരെയും തിരുത്താനോ അല്ലെങ്കിൽ വിവാദം അവസാനിപ്പിക്കണം ആവശ്യപ്പെടാനോ ഒന്നും പോകില്ല. പകരം അനവസരത്തിലുള്ള അപക്വമായ പരാമർശങ്ങൾ അതിനി തുടരേണ്ട എന്നൊരു അഭിപ്രായം മുന്നണി നേതൃത്വത്തിലുണ്ട്. അത് രണ്ടുപേരും അറിയിക്കില്ല, പക്ഷേ രണ്ടുപേരും അത് മനസ്സിലാക്കുന്നു. കെ ബി ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് ഇനിയൊരു പ്രതികരണ വിഷയത്തിൽ ഉണ്ടാകാനിടയില്ല, വിവാദങ്ങൾക്കില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത്. ആന്റണി രാജുവും കെ ബി ഗണേഷ് കുമാർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മറുപടി പറഞ്ഞു പോയതാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഒരു വിവാദത്തിനില്ല നിലപാട് ആന്റണി രാജുവും സ്വീകരിക്കുന്നു. ന്യൂസ് 18 നൽകിയ അതുപോലെ അപ്പുറത്തേക്ക് മറ്റാരോടും ഇക്കാര്യം പ്രതികരിക്കാൻ ആന്റണി രാജു ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനിയും അദ്ദേഹം വിഷയത്തിൽ വിവാദ പരാമർശങ്ങളുമായി മുന്നോട്ട് പോകില്ല. വിവാദം ഇവിടെ അവസാനിപ്പിക്കണമെന്നൊരു പൊതുധാരണ മുന്നണിയിലുണ്ട്. അത് മനസ്സിലാക്കിയാണ് ഇരു നേതാക്കളുടെയും തുടർന്നുള്ള സമീപനം. ശരി, നന്ദി അരുൺ. ഇപ്പോൾ വിഷയത്തോട് പ്രതികരിക്കാൻ ശ്രീ ജോർജ് പൊടിപ്പാറ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇത് മുന്നണിയിൽ സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇറങ്ങിയ മന്ത്രിയും മന്ത്രിസ്ഥാനത്തേക്ക് കയറിയ ആളും കൂടി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടക്കുന്നത് അത് വളരെ അപക്വമായിട്ട് സാധാരണ ആളുകൾക്ക് പോലും തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്നാൽ അത് കൺട്രോൾ ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ടതായിരുന്നു. ഇത് വൈകിപ്പോയി എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? ഇതിനി തുടർന്നാൽ എന്തായിരിക്കും മുന്നണിക്കുള്ളിൽ സംഭവിക്കുക? തുടർന്നാൽ അത് മുന്നണിക്ക് തലവേദന സൃഷ്ടിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, അത് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ മുന്നണി എന്നുള്ള നിലയിൽ അത് തുടരാൻ അനുവദിക്കുകയോ ചെയ്യുന്നത് മുന്നണിയെ തന്നെ ബാധിക്കും. ഈ രണ്ട് മന്ത്രിമാരെ മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് പലതരം വിഷയങ്ങൾ, ആരോപണങ്ങളുണ്ട്. ഇപ്പോ പദവി ഒഴിഞ്ഞ മന്ത്രിയും അല്ലെങ്കിൽ മുൻമന്ത്രിയും ഇപ്പോഴത്തെ നിലവിലുള്ള മന്ത്രി, ആ വകുപ്പ് മന്ത്രിമാര് തമ്മിലുള്ള ഈ പൊരുത്തമില്ലായ്മയും അവർ തമ്മിലുള്ള പരസ്യമായിട്ടുള്ള പ്രസ്താവന യുദ്ധവും സത്യത്തിൽ അവരെ മാത്രമല്ല ബാധിക്കുന്നത്. ഇപ്പൊ താങ്കള് തുടക്കത്തിൽ ചോദിച്ച പോലെ ഈ മുന്നണിയിൽ എന്തുകൊണ്ട് അവരാരും ഇതിനകത്ത് ഇടപെടുന്നില്ല? മുഖ്യമന്ത്രി ഇതൊന്നും കാണുന്നില്ലേ? മുന്നണി കൺവീനർ ഇതൊന്നും കാണുന്നില്ലേ? എന്തുകൊണ്ട് ഈ വാക്പോരും ഈ എന്താ പറയാ വിഴുപ്പലക്കലും തുടരാൻ അനുവദിക്കുന്നു? ഇപ്പൊ ആന്റണി രാജു ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ നിയമനങ്ങളെല്ലാം ഗണേഷ് കുമാർ റദ്ദ് ചെയ്തു.
അതാണ് യഥാർത്ഥത്തിൽ ഉള്ള പ്രശ്നം കിടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ റദ്ദ് ചെയ്ത നടപടിയൊക്കെ പുതിയ മന്ത്രിയുടെ ഒരു അവകാശമാണ്. അതിനകത്തൊരു അനഭിജിത്യം ഉണ്ടായിരുന്നതാണ് ആന്റണി രാജു ചെയ്തതിന്. പുതിയ മന്ത്രി സ്ഥാനം ഏൽക്കുന്നതിന് തൊട്ടു മുമ്പ് കുറെ നിയമനങ്ങളും കുറെ ട്രാൻസ്ഫറുകളും പ്രൊമോഷനുകളും ഒക്കെ ചെയ്യാന്ന് പറയുന്നത് സത്യത്തിൽ വരുന്ന മന്ത്രിയെ തല്ലൊന്ന് പ്രകോപിപ്പിച്ചതിൽ തെറ്റൊന്നുമില്ല, അല്ലെങ്കിൽ അതിനകത്ത് അത്ഭുതമില്ല. പക്ഷെ അതിന്റെ പേരിൽ പരസ്പരം വിഴുപ്പലക്കുന്നതിലാണ് പ്രശ്നം. അത് ഒട്ടും ഗുണകരമായ കാര്യമല്ല മുന്നണിക്ക്. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് രണ്ട് മന്ത്രിമാർ തമ്മിലുള്ള ഈ വാക്കുയുദ്ധം മുന്നണിയുടെ പ്രതിച്ഛായയ്ക്ക് ക്ഷതമേൽപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്, മുന്നണിക്കുണ്ട്, മുന്നണി കൺവീനർക്കും ഉണ്ട്. ഇത് അധികം വൈകാതെ അത് പരിഹരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ പരിധി വിട്ടു പോകും. ശരി, നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ. ഇപ്പോൾ എം വിൻസെന്റ് MLA കൂടി ചേരുന്നുണ്ട്. ശ്രീ വിൻസെന്റ്, ഈ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ രണ്ടാം ടേമിൽ അടുത്ത ആള് കയറുമ്പോൾ അപ്പോൾ തന്നെ ഇത്തരം വിവാദ പരാമർശങ്ങൾ നടത്തുകയും അത് മന്ത്രിസഭയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്ക്, രണ്ട് പാർട്ടിയിലെ മന്ത്രിമാരാണെങ്കിൽ കൂടി മുന്നണിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നു. എന്തുകൊണ്ട് മുന്നണി ഇല്ലെങ്കിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ തുടക്കത്തിലെ ഇത് തടഞ്ഞില്ല? ഇത്രയും ദിവസം ഇത് നടന്നു, ഇപ്പോഴാണ് കൂടുതൽ പ്രതികരണം വേണ്ട എന്നൊരു നിർദ്ദേശത്തിലേക്ക് പോലും കടന്നിരിക്കുന്നത്. അതായത് ഈ രണ്ടു മന്ത്രിമാർ ഇടതുമുന്നണിയിലെ മുൻ കരാർ പ്രകാരം മാറിയത് UDF-ലാണെങ്കിൽ വലിയ ബഹളമുണ്ടായി മാത്രം നടക്കുന്ന കാര്യം യാതൊരു ബഹളവുമില്ലാതെ വളരെ അച്ചടക്കത്തോടുകൂടി ഞങ്ങൾ നടത്തി എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞത് 2 ദിവസത്തിനകത്ത് അസ്ഥാനത്തായ ഒരു കാഴ്ചയാണ് മുൻ മന്ത്രിയുടെയും പ്രതികരണങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്ഥാനമാറ്റം മന്ത്രിമാർ രാജിവെച്ചവർക്ക് യാതൊരു തരത്തിലും അവർ സംതൃപ്തരല്ല, യാതൊരു തരത്തിലും അവർക്ക് യോജിക്കാൻ കഴിയില്ല എന്നതിന്റെ പ്രകടമായ ഒരു അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ കാണുന്നത്. അത് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നതാണ്. സാധാരണഗതിയിൽ UDF-ലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞത് ഇപ്പോ രാജിവെച്ചു, എന്നാൽ രാജി പൂർണ്ണ സംതൃപ്തിയോടുകൂടിയോ ഇടതുമുന്നണിയുടെ തീരുമാനം പൂർണ്ണ മനസ്സാലെ അംഗീകരിച്ചത് അതുകൊണ്ടാണ് എന്ന് പോലും പറയാൻ കഴിയാത്ത നിലയിലാണ് ഇവരുടെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കൊട്ടിഘോഷിക്കപ്പെട്ട അച്ചടക്കം ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഇടതുമുന്നണിയിൽ അവര് കൊട്ടിഘോഷിക്കൊണ്ട് നടന്ന അച്ചടക്കവും മുന്നണി ഒരു തീരുമാനമെടുത്താൽ അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യും എന്നെല്ലാം പറഞ്ഞ് അവർ ഇല്ലാത്ത ഒരു ഇത് അവരുണ്ടായിക്കൊണ്ട് വന്നു. അപ്പൊ അത് അസ്ഥാനത്തായി മാറിയിരിക്കുകയാണ്. അപ്പോ കടുത്ത അതൃപ്തിയാണ് ശ്രീ ആന്റണി രാജുവിന് അദ്ദേഹത്തെ മാറ്റിയതിലുള്ളത് എന്ന് കാണാൻ കഴിയും. മറ്റത് ഇത്രയും കാലം ഭരിച്ചിരുന്ന ഒരു മന്ത്രിയോട് വളരെ ശക്തമായ ഒരു എതിർപ്പും അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ചോർച്ചയുണ്ടെന്നും ചോർച്ചയില്ല എന്നും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങൾ സ്ഥാനം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ ഈ തർക്കങ്ങൾ ഉന്നയിച്ചു പോവുകയല്ല, യഥാർത്ഥത്തിൽ KSRTCയുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് അത് പരിഹരിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റും അതുപോലെ തന്നെ മന്ത്രിമാരും മുന്നണി നേതൃത്വവും തയ്യാറാകേണ്ടത്. ശരി, നന്ദി ശ്രീ വിൻസെന്റ് പ്രതികരിച്ചതിന്.